നമുക്കിന്ന് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാം. വിദ്യാഭ്യാസ മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് വേസ്റ്റേജും സ്റ്റാഗ്നേഷനും. 1929 നിലവിൽ വന്ന ഹാർട്ടോഗ് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് വേസ്റ്റേജ്, സ്റ്റാഗ്നേഷൻ ഈ രണ്ട് ടേമുകൾ ഉപയോഗിച്ചത്. In 1929, Hartog Committee was set up under British government to review the growth and quality of education in India. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരവും അതിൻ്റെ വളർച്ചയും ഒക്കെ പഠിക്കാൻ വേണ്ടി 1929 ഹാർട്ടോഗ് കമ്മിറ്റിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചു. അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് വേസ്റ്റേജ്, എന്താണ് സ്റ്റാഗ്നേഷൻ എന്ന് നോക്കാം. വേസ്റ്റേജ്: A large number of students dropped out in primary classes. Resources were being spent but not resulting in literate citizens. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ ജോയിൻ ചെയ്യും, പക്ഷെ അവർ പകുതി വെച്ച് നിർത്തിപ്പോവും. അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറേ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതെല്ലാം പാഴായി പോവും. അതായത് നമ്മൾ എന്തിനാണോ ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ യാതൊരു റിസൾട്ടും ഔട്ട്പുട്ടും ഒന്നും അവസാനം കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ വേസ്റ്റേജ് എന്ന് പറയുന്നത്. Hartog Committee defined wastage as the premature withdrawal of children from school at any stage before the completion of course. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, പക്ഷേ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പഠിത്തം നിർത്തി പോകുന്നതിനെയാണ് ഹാർട്ടോഗ് കമ്മിറ്റി വേസ്റ്റേജ് എന്ന് പറഞ്ഞത്. The child who gets admission to a school leaves the school before he completes the prescribed class. He drops out. അപ്പോൾ കുട്ടി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു, അവൻ 5ാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിക്കണം എന്നാണെങ്കിൽ 5ാം ക്ലാസ്സിന് മുന്നേ അവൻ സ്കൂളിലെ പഠനം നിർത്തി പോവുകയാണെങ്കിൽ അത് ഡ്രോപ്പ് ഔട്ടാണ്. അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേർന്നു, 10ാം ക്ലാസ് വരെ ആ സ്കൂളിലുണ്ട്, പക്ഷേ അവൻ 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും പഠിത്തം നിർത്തി സ്കൂളിൽ നിന്ന് പോയി, അതാണ് ഡ്രോപ്പ് ഔട്ട് കേസസ്. Thus, the money invested on the individual is completely wasted. ആ കുട്ടിക്ക് വേണ്ടി എത്രമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഏതൊക്കെ കാര്യങ്ങളിലാണോ അതെല്ലാം പാഴായിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? അവൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അവനവിടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. അതിനെയാണ് ഹാർട്ടോഗ് കമ്മിറ്റി വേസ്റ്റേജ് എന്ന് പറഞ്ഞത്. A child enrolls but drops out before completing the primary stage. Education investment becomes wasted. ഡ്രോപ്പ് ഔട്ട് ആയി കഴിയുമ്പോൾ എന്താണ്? വേസ്റ്റേജ് ഇൻ എഡ്യൂക്കേഷനാണ് നടക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് വേസ്റ്റേജ് ആണ് വരുന്നത്? സ്കൂൾ ഫീസ് വേസ്റ്റ് ആവും, ബുക്സ് അവന് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്ന വേസ്റ്റ് ആവും, സ്കൂൾ യൂണിഫോമിൻ്റെ എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്. അതുകൂടാതെ നമ്മൾ ടീച്ചേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ട്, അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ടൈം അതെല്ലാം വേസ്റ്റ് ആവുന്നു. അങ്ങനെ ആ റിസോഴ്സസ് എല്ലാം ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു, ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അതെല്ലാം വേസ്റ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് ഹാർട്ടോഗ് കമ്മിറ്റി ആ പ്രോസസ്സിനെ, ഡ്രോപ്പ് ഔട്ട് കേസസിനെ വേസ്റ്റേജ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. വേസ്റ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് ഹൂ ഡ്രോപ്പ് ഔട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ എൻറോൾ ഇൻറ്റു 100. എത്ര കുട്ടികളാണോ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് അതിൽ എത്ര പേര് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തിപ്പോയി, മൾട്ടിപ്ലൈഡ് ബൈ 100. അങ്ങനെയാണ് വേസ്റ്റേജ് റേറ്റ് കണ്ടെത്തുന്നത്. കുട്ടി ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവന് സർട്ടിഫിക്കറ്റ് ലഭിക്കത്തുള്ളൂ. വേസ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ ലീക്കേജ് ആണ്, അതായത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി. പ്രീമച്വർ ഡ്രോപ്പ് ഔട്ട് ബിഫോർ ദ കോഴ്സ് കംപ്ലീഷൻ. കുട്ടി ഇവിടെ എൻറോൾമെൻറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഹി ലീവ്സ് ദ സ്കൂൾ ഇൻ ദ മിഡിൽ ഓഫ് ദ കോഴ്സ്. കോഴ്സ് പകുതി ആകുമ്പോഴേക്കും കുട്ടി അത് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വേസ്റ്റേജിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് കോസസ്: പോവേർട്ടി, ചൈൽഡ് ലേബർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് സ്കൂളിംഗ്. അതിദാരിദ്ര്യം മൂലം കുട്ടികളെ പഠിക്കാൻ വിടാത്തത്. ചൈൽഡ് ലേബർ: കുട്ടിയെ സ്കൂളിൽ വിടുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും തൊഴിലിന് വിടുവാണെങ്കിൽ ആ പൈസ കൂടെ വീട്ടിലേക്ക് ഒരു വരുമാനം ആകുമല്ലോ എന്ന് കരുതി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാത്തത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് സ്കൂളിംഗ്: സ്കൂളിലേക്ക് വിടുമ്പോൾ കുട്ടിക്ക് വേണ്ട ബാഗ്, ബുക്ക്, സ്കൂൾ യൂണിഫോം, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പം പേരൻ്റ് ഡിസൈഡ് ചെയ്യുകയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ചിലവേറിയ ഒരു കാര്യമാണ്, അതുകൊണ്ട് പഠിക്കാൻ വിടണ്ട, അതിന് പകരം കുട്ടി ഏതെങ്കിലും തൊഴിലിനാക്കാം. അത് എക്കണോമിക് കോസാണ്. ദെൻ സോഷ്യൽ കോസസ്: ഇല്ലിട്രസി ഓഫ് പേരൻസ്. മാതാപിതാക്കൾക്ക് കറക്റ്റായിട്ട് എന്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കണമെന്നതിനെക്കുറിച്ചൊരു അറിവില്ല. ചൈൽഡ് മാരേജ്: ചെറുപ്പത്തിലെ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടും. ജെൻഡർ ബയാസ്: ആൺകുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം മതി, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല, അവരെ പഠിക്കാൻ വിടണ്ട, ഇങ്ങനെയുള്ള ചിന്തകളുണ്ടല്ലോ. അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അവനെ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും തൊഴിലിൽ വിടുവാണ് നല്ലതെന്ന് ചിന്തിക്കുന്നത്. ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഫാമിലീസ്: ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക്
ഓരോ ഫാമിലി മൈഗ്രേറ്റ് ചെയ്യുമ്പം അവിടെ വിദ്യാഭ്യാസം ശരിക്കും ബ്രേക്ക് ആവും. കുട്ടികൾ അടുത്ത സ്കൂളിൽ ചേർക്കുക അങ്ങനെയുള്ള ഒന്നും അവിടെ പ്രാക്ടിക്കലായിട്ട് നടക്കാറില്ല. അടുത്ത സ്കൂൾ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇറലവൻറ്റ് കരിക്കുലം. കുട്ടി സ്കൂളിൽ ചേർന്നു, അവനത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവാതെ കുട്ടി തന്നെ പഠിത്തം നിർത്തിപ്പോവും. കരിക്കുലം അവനൊട്ടും സ്യൂട്ടബിൾ ആയിരിക്കില്ല. ദെൻ കോർപ്പറൽ പണിഷ്മെൻറ്റ്, അതിഭയാനകരമായ ശിക്ഷയൊക്കെ പേടിച്ച് പിള്ളേർ പഠിത്തം നിർത്തും. അൺട്രെയിൻഡ് ടീച്ചേഴ്സ്, പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടാത്ത ടീച്ചേഴ്സ് കുട്ടികളോട് പെരുമാറുന്നതും അവരെ പഠിപ്പിക്കുന്നതും വേണ്ട രീതിയിലല്ലാത്തത് കൊണ്ട് കുട്ടികൾ പഠിത്തം നിർത്തും. പുവർ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളിൻ്റെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത്. ദെൻ ലോങ് ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ പല കുട്ടികളും സ്കൂളിൽ പോകുന്നത് നിർത്തും. അടുത്ത് പേഴ്സണൽ കോസസ്, പുവർ ഹെൽത്ത്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ലോ ലേണിംഗ് കപ്പാസിറ്റി. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് താല്പര്യമില്ലാത്തത്, ലേണിംഗ് കപ്പാസിറ്റി കുറവുള്ള കുട്ടികൾ, ഇവരൊക്കെ ഈ സ്കൂൾ കരിക്കുലം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേസ്റ്റേജിനുള്ള കാരണങ്ങൾ? എക്കണോമിക്, സോഷ്യൽ, സ്കൂൾ റിലേറ്റഡ് ആൻഡ് പേഴ്സണൽ കോസസ്. എക്കണോമിക് കോസസ് ആണ് പോവേർട്ടി, ചൈൽഡ് ലേബർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസസ് ഓഫ് schooling, school uniform expenses, traveling expenses, etc. Then social causes, illiteracy of parents, child marriage, gender bias, migration of families. School related causes ആണ് irrelevant curriculum, corporal punishment, untrained teachers, poor infrastructure and long distance from school. Personal causes, poor health of the child, lack of interest and low learning capacity of the child. ഇത്രയാണ് വേസ്റ്റേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഹാർട്ടോ കമ്മിറ്റി കണ്ടെത്തിയ അടുത്ത പ്രശ്നമാണ് സ്റ്റാഗ്നേഷൻ ഇൻ എഡ്യൂക്കേഷൻ. എന്താണ് സ്റ്റാഗ്നേഷൻ? സ്റ്റാഗ്നന്റ് എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അക്കോർഡിംഗ് ടു ഹാർട്ടോ കമ്മിറ്റി, സ്റ്റാഗ്നേഷൻ ഇസ് ദ റിറ്റൻഷൻ ഓഫ് എ ചൈൽഡ് ഇൻ എ ലോവർ ക്ലാസ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. That means the child is in the same class for more than 1 year because of poor progress. കുട്ടികൾക്ക് പഠനത്തിൽ യാതൊരു പ്രോഗ്രസ്സും അല്ലെങ്കിൽ ഉയർച്ചയും ഇല്ലാത്തതുകൊണ്ട് അവൻ ഒരേ ക്ലാസ്സിൽ തന്നെ ഒരുപാട് വർഷം തുടരുന്നതിനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. റിട്ടൻഷൻ ഓഫ് എ ചൈൽഡ് ഇൻ എ ലോവർ ക്ലാസ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷമല്ലേ സ്കൂൾ കാലഘട്ടം, ഒന്നിൽ കൂടുതൽ വർഷം ഒരേ ക്ലാസ്സിൽ തന്നെ കുട്ടി ചെലവഴിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ദ ചൈൽഡ് ഡസൻ മൂവ് ഫോർവേഡ്, അവന് പ്രായം അധികം ആവുന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? 8ാം ക്ലാസ്സിൽ തന്നെ കുറേ വർഷം അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ തന്നെ കുറേ വർഷം, അതിനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് റിപ്പീറ്റിംഗ് ഇൻ ദ സെയിം ക്ലാസ് ഡിവൈഡ് ബൈ ടോട്ടൽ എൻറോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. എത്ര കുട്ടികൾ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു, എത്ര കുട്ടികൾ അതിൽ ഒരേ ക്ലാസ്സിൽ തന്നെ ആവർത്തിച്ച് പഠിക്കുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റാഗ്നേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. Stagnation is equal to students repeating same class divided by total enrolled multiplied by 100. ഇനി അടുത്ത് സ്റ്റാഗ്നേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കാഡമിക് കോസസ്, ഡിഫക്റ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം, റോട്ട് മെമ്മറൈസേഷൻ, പുവർ ടീച്ചിങ് മെത്തേഡ്, ലാർജ് ക്ലാസ് സൈസ്. പരീക്ഷ ഇടുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു, സമ്മേറ്റീവ് എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ബൾക്കായിട്ട് കുട്ടികൾക്ക് പഠിച്ച് ഒന്നിച്ച് എഴുതി പാസ്സാവാനുള്ള എബിലിറ്റി എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നില്ല. എക്സാമിനേഷൻ റിഫോംസ് ഏറ്റവും കൂടുതൽ വേണമെന്ന് വാദിച്ച് ഇങ്ങനത്തെയുള്ള സ്റ്റാഗ്നേഷൻ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അടുത്ത റോട്ട് ലേണിംഗ്, പല കുട്ടികളും അർത്ഥവും കാര്യവും ഒന്നും മനസ്സിലാവാതെ കാണാപ്പാഠം പഠിക്കുക. അപ്പോൾ പിന്നീട് ഒരു അവസരത്തിൽ അവരോട് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള ഉത്തരവില്ല, കാരണം അർത്ഥം അറിയാതെ കാണാപ്പാഠം പഠിച്ച കാരണം കൊണ്ട്. ദെൻ പുവർ ടീച്ചിങ് മെത്തേഡ്സ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ച് കുട്ടികളുടെ മെൻറ്റാലിറ്റി അനുസരിച്ച് പഠിപ്പിക്കുന്നത് വളരെ കുറവായിരുന്നു. ലാർജ് ക്ലാസ് സൈസ്, ഒരു ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യുന്നേക്കാൾ അധികം കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അന്നേരം. അത് സ്റ്റാഗ്നേഷൻ ഒരു കാരണമാണ്. കുട്ടി തോറ്റുപോകും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ വളരെ കുറവാണ്. അടുത്ത ലാംഗ്വേജ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നോട്ട് ഇൻ മദർ ടങ് കോസിങ് കോംപ്രിഹെൻഷൻ ഗ്യാപ്പ്. മാതൃഭാഷയിൽ വേണം ഓരോ കുട്ടികളെയും പഠിപ്പിക്കാനെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കാതെ കുട്ടികൾക്ക് മനസ്സിലാവാത്ത മറ്റൊരു ലാംഗ്വേജിൽ പഠിപ്പിക്കുന്നത് സ്റ്റാഗ്നേഷൻ ഒരു കാരണമാണ്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അധ്യാപകർ എന്താണ് പറയുന്നതെന്ന്. ആൻഡ് ടീച്ചർ, ആബ്സെൻറ്റീസം, ലോ സബ്ജക്റ്റ് നോളജ്, നോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ടീച്ചറിന് ഈ സ്റ്റാഗ്നേഷനിൽ വലിയൊരു പങ്കുണ്ട്. പല സ്കൂളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരേ ടീച്ചർ തന്നെയല്ല പഠിപ്പിക്കുന്നത്. അവർക്ക് ട്രാൻസ്ഫറായി പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആബ്സെൻ്റായി. ഇതെല്ലാം കുട്ടികളുടെ പഠനത്തെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ടീച്ചർക്ക് ആ സബ്ജക്റ്റിൽ വേണ്ട അറിവില്ലാത്തത്,
അതുകൂടാതെ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തത് സ്റ്റാഗ്നേഷൻ ഒരു കാരണമാണ്. ദെൻ സ്റ്റുഡൻറ്റ് ഇറഗുലർ അറ്റൻഡൻസ്, കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരാത്തത്. ലാക്ക് ഓഫ് ഹോം സപ്പോർട്ട്, കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവന് വേണ്ട സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അവനത് പഠിക്കുന്നില്ല. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റീസ് നോട്ട് അഡ്രസ്ഡ്, പല കുട്ടികളുടെയും ലേണിംഗ് ഡിസബിലിറ്റീസ് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസ് കാരണമാണ് ഇവൻ പഠിക്കാത്തതെന്ന് മനസ്സിലാവാറില്ല. അങ്ങനെ കുട്ടി തോറ്റു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം, അണ്ടർലൈൻ റീസൺ കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാഗ്നേഷൻ്റെ കാരണങ്ങൾ. അക്കാഡമിക് റീസൺസ്, ലാംഗ്വേജ്, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. എന്താണ് അക്കാഡമിക് റീസൺസ്? ഡിഫക്റ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം, റോട്ട് ലേണിംഗ്, പുവർ ടീച്ചിങ് മെത്തേഡ്സ്, ലാർജ് ക്ലാസ് സൈസ്. ആൻഡ് ലാംഗ്വേജ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് ഇൻ മദർ ടങ് കോസിംഗ് കോംപ്രിഹെൻഷൻ ഗ്യാപ്പ്. ടീച്ചർ, absenteeism, low subject knowledge and no individual attention. Student, irregular attendance, lack of home support and learning disabilities not addressed. ഇതാണ് ഹാർട്ടോ കമ്മിറ്റി പറഞ്ഞ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും അതിൻ്റെ റീസൺസും. അടുത്ത് നമുക്ക് റെമഡീസ് ഫോർ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ, വേസ്റ്റേജും സ്റ്റാഗ്നേഷനും കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ടെന്ന് നോക്കാം. എക്കണോമിക് റെമഡീസ്, സ്കോളർഷിപ്പ്, ഫ്രീ ബുക്സ്, യൂണിഫോംസ്, മിഡ് ഡേ മീൽ സ്കീം ആൻഡ് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു സാമ്പത്തിക ഭാരമാവാതെ അവർക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ബുക്ക്, യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം. മിഡ് ഡേ മീൽ സ്കീം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ഈ ഉച്ചഭക്ഷണം കൊടുത്തു വിടുക എന്നുള്ളത് എല്ലാ വീട്ടിലും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്കീമുകളിലൊന്നാണ് മിഡ് ഡേ മീൽ സ്കീം. കാരണം കുട്ടികൾ ഉച്ചയ്ക്ക് വിശന്നിരുന്ന് പഠിച്ച് അവർ പാതി വഴിയിൽ പഠനം നിർത്തിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കത്തില്ല. ഈ രണ്ട് കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം ആരംഭിച്ചത്. അടുത്ത് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ, കുട്ടികൾക്ക് ഗ്രാൻറ്റുകൾ അലോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എക്കണോമിക് റെമഡി, സ്കോളർഷിപ്പ്, ഫ്രീ ബുക്സ് ആൻഡ് യൂണിഫോംസ്, മിഡ് ഡേ മീൽ പ്രോഗ്രാം ആൻഡ് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫേഴ്സ്. അടുത്ത് സോഷ്യൽ റെമഡീസ്, അറേഞ്ചിങ് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാംസ്, campaigns against child marriage and female education drives like ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമുക്ക് സാമൂഹികമായിട്ട് കുറേ അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാം. ബോധവൽക്കരണ ക്ലാസ്സുകൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സമൂഹത്തിനും കൊടുക്കാം. ശൈശവ വിവാഹത്തിനെതിരെ നമുക്ക് ശക്തമായിട്ട് പ്രതികരിക്കാം, ക്യാമ്പയിൻസ് അറേഞ്ച് ചെയ്യാം. പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി നമ്മൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാം. ഇഷ്ടം പോലെ സ്കീമുകൾ ആരംഭിക്കാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമൊക്കെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന പദ്ധതികളാണ്. സ്കൂൾ റെമഡീസ്, സ്കൂളുകളിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താമെന്ന് നോക്കാം. കരിക്കുലം ഷുഡ് ബി ചൈൽഡ് സെൻറ്റേഡ്, ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള കരിക്കുലം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാത്രമല്ല കുട്ടികൾക്ക് എന്താണ് ആവശ്യം, അവരുടെ മെൻ്റൽ എബിലിറ്റി എന്താണ്, അവരുടെ കപ്പാസിറ്റി എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കരിക്കുലം ഡിസൈൻ ചെയ്യാം. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. കുട്ടികളിങ്ങനെ പാസീവ് ലിസണേഴ്സായിട്ട് കേട്ടിരിക്കുന്ന അല്ലാതെ അവരെയും കൂടെ ഉൾപ്പെടുത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ല വേണ്ടത്, നമുക്ക് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിലൂടെയാണ് കുട്ടികളെ അസസ് ചെയ്യേണ്ടതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രെയിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടീച്ചേഴ്സിന് വ്യക്തമായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കൊടുക്കണം. അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട റിസോഴ്സസും ട്രെയിനിങ്ങും സാലറിയും ഒക്കെ കൊടുക്കണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഫോർ ഫ്രീ എഡ്യൂക്കേഷൻ, 6 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ഹെൽത്ത് ചെക്കപ്സ്, റെമഡിയൽ ടീച്ചിങ്, കൗൺസിലിംഗ്, റെഗുലർ അറ്റൻഡൻസ് ഡ്രൈവ്സ്, കുട്ടികൾക്ക് പീരിയോഡിക്കലി ഹെൽത്ത് ചെക്കപ്പ് നടത്താം. എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാം, അവരുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫിസിക്കലി ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ വെക്കാം. റെമഡിയൽ ടീച്ചിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാം. കരിയർ കോഴ്സസ് പ്ലാൻ ചെയ്യാം. കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് കണ്ടെത്താൻ വേണ്ടി കൗൺസിലിംഗ് നടത്താം. അതുകൂടാതെ കുട്ടികളുടെ അറ്റൻഡൻസ് ഉറപ്പാക്കുക. അപ്പോൾ ഇതെല്ലാം സ്റ്റുഡൻറ് സപ്പോർട്ടിൽ വരുന്നതാണ്. ഇതൊക്കെ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും കുറയ്ക്കാൻ വേണ്ടി വന്നേക്കുന്ന പ്രോഗ്രാംസ് ആണ്. എക്കണോമിക് റെമഡീസ്, സോഷ്യൽ റെമഡീസ്, സ്കൂൾ റെമഡീസ് ആൻഡ് സ്റ്റുഡൻറ് സപ്പോർട്ട്. ഇതിൽ എക്കണോമിക് റെമഡീസ് എന്തൊക്കെയാണ്? സ്കോളർഷിപ്പ്, ഫ്രീ ബുക്ക്, യൂണിഫോം, മിഡ് ഡേ മീൽ സ്കീം, കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫേഴ്സ്.
And social remedies, community awareness programs for students, teachers, and for the entire society. Campaigns against child marriage, female education drive like Beti Bachao. School remedies, we can create child-centered curriculum and activity-based learning. Evaluation should be continuous and comprehensive. Trained and motivated teachers should be engaged in the teaching profession. Right to Education Act for free education. For student support, the school can arrange health checkups, remedial teaching, counseling for students, and regular attendance drives. Proper support from all sides reduces wastage and stagnation. ഒരു സിംഗിൾ ലൈനിൽ പോവാതെ എല്ലാ രീതിയിലും എങ്ങനെ കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുക്കാം, എങ്ങനെ നമുക്ക് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ രണ്ട് ദൂഷ്യവശങ്ങളാണ് വേസ്റ്റേജും സ്റ്റാഗ്നേഷനും. വിദ്യാഭ്യാസം പാഴായി പോവുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുക, ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇതെല്ലാം പാഴായി പോകുന്നത് തടയാൻ വേണ്ടിയുള്ള കുറച്ച് റെമഡിയൽ മെഷേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നമ്മൾ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും എന്താണെന്ന് പഠിച്ചു. ഈ രണ്ട് ടേംസ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1929 ഹാർട്ടോഗ് കമ്മിറ്റിയിലാണ്. ഇപ്പോൾ എന്താണ് വേസ്റ്റേജ്? വേസ്റ്റേജ് എന്ന് വെച്ചാൽ ലീക്കേജ് ആണ്, പ്രീമച്വർ ഡ്രോപ്പ് ഔട്ട് ബിഫോർ ദ കോഴ്സ് കംപ്ലീഷൻ. സ്റ്റാഗ്നേഷൻ എന്താണ്? സ്റ്റാഗ്നേഷൻ മീൻസ് ബ്ലോക്കേജ്, കെട്ടിക്കിടക്കുകയാണ്, റിപ്പീറ്റിംഗ് ദ സെയിം ക്ലാസ് മോർ ദാൻ 1 year. വേസ്റ്റേജിൽ എൻറോൾമെൻറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സ്റ്റാഗ്നേഷനിൽ എൻറോൾമെൻ്റ് ഉണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റൊക്കെ വളരെ ഡിലേയ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ താമസിച്ചാണ്. 1 വർഷം കൊണ്ട് പഠിക്കേണ്ടത് 2-3 വർഷം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റാഗ്നേഷൻ. ഇൻ വേസ്റ്റേജ് ദ സ്റ്റുഡൻറ്റ് ലീവ് ദ സ്കൂൾ, ബട്ട് ഇൻ സ്റ്റാഗ്നേഷൻ സ്റ്റുഡൻറ്റ് റിപ്പീറ്റ് ദ സെയിം ക്ലാസ്. ഇൻ വേസ്റ്റേജ് ദർ ഇസ് നോ സർട്ടിഫിക്കറ്റ് ഫോർ ദ ചൈൽഡ്, ബട്ട് ഇൻ സ്റ്റാഗ്നേഷൻ ദ സർട്ടിഫിക്കറ്റ് ഈസ് ഡിലേയ്ഡ്. താമസിച്ചാണെങ്കിലും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും സ്റ്റാഗ്നേഷനിൽ, പക്ഷേ അവൻ്റെ ഒരുപാട് വർഷങ്ങൾ അവിടെ പാഴായി പോകുന്നു. ഇതാണ് വേസ്റ്റേജും സ്റ്റാഗ്നേഷനും. മേജർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ചോദിച്ചാൽ ഈ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് കേട്ടോ. ഹാർട്ടോഗ് കമ്മിറ്റിയുടെ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും ഡെഫിനേഷൻ എന്താണ്, അതിൻ്റെ റീസൺസ് എന്താണ്, റെമഡീസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്